ഈ നവകേരള സദസ് കൊണ്ട് എന്താണ് സംഭവിച്ചത്, എന്ത് മാറ്റങ്ങളാണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ CPM-ന് സർക്കാരിന് വിശദീകരിക്കേണ്ടി വരില്ലേ? ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം, ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുവന്നത് ഇതുവരെ കണ്ടുവന്നത് ഓരോ ജില്ലയിലും എവിടെയൊക്കെയാണ് പ്രതിഷേധം ഉണ്ടായത്, നവകേരള സദസ് എവിടെ എത്തിയപ്പോൾ ആരൊക്കെ പ്രതിഷേധിച്ചു, അതിനെ പോലീസുകാർ എങ്ങനെ നേരിട്ടു എന്നുള്ള കാര്യമാണ്. പക്ഷേ ഇനി അതല്ല, ഇതിന്റെയൊക്കെ ഫലം, എത്ര പരാതി പരിഹരിച്ചു, എത്ര ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? അല്ല, ഇത് സംബന്ധിച്ച് എനിക്ക് ആദ്യം ഞാൻ ഈ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം BJP-യുടെ പ്രതിനിധിയോട് ഉൾപ്പെടെ പറയാനുണ്ട്. BJP-യുടെ പ്രതിനിധി പറഞ്ഞത് പാർലമെന്റിൽ റൂൾസ് ഉണ്ട്, അതിന്റെ കോണ്ടാക്ട് സംബന്ധിച്ച് റൂൾസ് ഉണ്ട്, സമ്മതിക്കുന്നു. പക്ഷേ BJP പ്രതിഷേധിച്ചിട്ടില്ലേ? ഇന്ത്യയുടെ പാർലമെന്ററി പ്രവർത്തനത്തെ സംബന്ധിച്ചുള്ള ചരിത്രം പരിശോധിച്ചാൽ എല്ലാ ഘട്ടത്തിലും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന നയവ്യതിയാനങ്ങൾക്കെതിരെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ, നിയമസഭകളിൽ നിരന്തരം പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർലമെന്റിനകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പാർലമെന്റ് അംഗങ്ങൾ പ്രതിഷേധിക്കാൻ കഴിയില്ല. ആ പ്രതിഷേധിച്ച വിഷയത്തെ സംബന്ധിച്ച് ഞാൻ അത് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവിടുത്തെ സമയപരിമിതി കൂടുതൽ കൊണ്ടാണ്. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ സംഭവിക്കാത്തൊരു സംഭവ വികാസത്തെ എതിരെയാണ് ഈ രാജ്യത്ത് പ്രതിഷേധം രാജ്യത്തിന്റെ പാർലമെന്റിൽ നടക്കുന്നത്. അത് അദ്ദേഹം പറയുന്നത് അത് കഴിയില്ല, ആ പാർലമെന്റിൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധവും കഴിയില്ല എന്നുള്ള നിലയിൽ പറയാണ്. ഇവിടെ അതിനുശേഷം ഇവിടെ നമ്മുടെ ജോർജ് പൊടിപ്പാറ സാറും കോൺഗ്രസിന്റെ പ്രതിനിധിയും അടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. സമരങ്ങളെ സംബന്ധിച്ച് എങ്ങനെയാണ് സമരങ്ങളെ മുൻകാലങ്ങളിൽ നേരിട്ടിട്ടുള്ളത് എന്നുള്ള അനുഭവം കൂടി ഈ ഘട്ടത്തിൽ നമ്മളൊന്ന് പരിശോധിക്കണം. കരിങ്കൊടി സമരത്തിനെതിരെ വെടിവെച്ച് 5 പേരെ കൊലപ്പെടുത്തി ഒരാൾ ഇന്നും കിടക്കയിൽ തന്നെ ജീവിക്കുന്ന ഒരു ചരിത്രമുള്ള നാടാണ് നമ്മുടെ. ഈ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ സമരം ചെയ്ത വിദ്യാർത്ഥികൾക്കെതിരെ വെടിവെപ്പ് ഉണ്ടായിട്ടുണ്ട്. വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന DYSP അന്ന് വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജനനേന്ദ്രിയം തകർത്തിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചരിത്രത്തിനെല്ലാം നിന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസും അല്ലെങ്കിൽ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത വിവിധ ആൾക്കാർ ഈ സമരത്തിനെ അല്ലെങ്കിൽ ഈ ക്യാബിനറ്റിനെ, മുഖ്യമന്ത്രിയെ രക്ഷിക്കുന്നതിന്, അവരെ അപായപ്പെടുത്താതിരിക്കാനുള്ള പ്രതിരോധങ്ങളെ ഇത്തരത്തിൽ ചർച്ച ചെയ്യുന്നത്. ആ ചരിത്രമെല്ലാം ഓർത്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാനെന്ന് മാത്രമാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിനപ്പുറത്തേക്ക് ഇവിടെ അവതാരകൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ നവകേരള സദസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ മുഖ്യമന്ത്രി ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ കൊടുക്കുന്ന എല്ലാ പരാതിയെ സംബന്ധിച്ചും ആ പരാതിയുടെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച് ആ പരാതി കൊടുക്കുന്ന ആൾക്കാർക്ക് കൃത്യമായി അവരെ വിവരങ്ങൾ അറിയിച്ച് ആ പരാതിക്ക് കൃത്യമായി പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണല്ലോ കേരളത്തിലെ ജനങ്ങൾ ഒഴുകിയെത്തി ഈ തരത്തിൽ അവരുടെ പരാതികളെല്ലാം അവിടെയുള്ള കൗണ്ടറുകളിൽ ആ പരാതികളെല്ലാം ഏൽപ്പിച്ച് അവർ മടങ്ങുന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ റെസീപ്റ്റ് ലഭിക്കുന്നുണ്ട്. അടിയന്തരമായി പരിഹരിക്കേണ്ട വിഷയങ്ങളിൽ, ചികിത്സ അടക്കമുള്ള കാര്യങ്ങളിൽ ഉടനടി പരിഹാരം ഉണ്ടാകുന്ന സാഹചര്യം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ ഗവൺമെന്റ് മറ്റൊരു വാഗ്ദാനം കൂടി ഉണ്ടായിരുന്നു, 45 ദിവസത്തിനുള്ളിൽ പരാതി പരിഹരിക്കുമെന്നാണ് ലഭിക്കുന്ന പരാതികൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് നിന്ന് ആരംഭിച്ചിട്ട് ആ ദിവസം എടുക്കുകയാണ്, അതിന് ഉത്തരം പറയേണ്ടി വരും. ഈ നവകേരള സദസ് നടക്കുകയാണല്ലോ, അതിനുശേഷം നമുക്കൊന്ന് കാത്തിരിക്കുന്നതിന് എന്താണ് തടസ്സം? കാത്തിരിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലല്ലോ. ഈ കേരളത്തിലെ സർക്കാർ കഴിഞ്ഞ 5 വർഷം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ മാൻഡേറ്റ് നേടി അധികാരത്തിലേക്ക് വന്ന ചരിത്രമുള്ള ഗവൺമെന്റ് ആണിത്. കഴിഞ്ഞ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട പ്രകടന പത്രികയിലെ മുഴുവൻ കാര്യങ്ങളും കേരളത്തിൽ നടപ്പാക്കി. ഈ BJP-യുടെ പ്രവൃത്തി ഇപ്പോൾ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. BJP-യുടെ മുൻ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി ഒരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ പ്രകടന പത്രികയൊക്കെ തമാശയല്ലേ, അതൊക്കെ നടപ്പിലാക്കാൻ കഴിയുമെന്ന. പക്ഷെ ആ സമീപനമല്ല കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ഉൾപ്പെടെ ആ സമീപനമല്ല സ്വീകരിക്കുന്നത്. മറിച്ച് പ്രകടന പത്രികയിൽ പറയുന്ന മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ഓരോ ഘട്ടത്തിലും എല്ലാ വർഷം തോറും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്നത് പോലെ തന്നെ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കൃത്യമായി അതിനെ സംബന്ധിച്ച് ഈ പരാതികൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ പോകും. ഇവിടെ ഇരിക്കുന്ന കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അല്ലെങ്കിൽ മറ്റ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനം. ഈ ഒരു ചോദ്യം കൂടിയുണ്ട്, ഈ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ സംഘടിക്കപ്പെടുന്ന നവകേരള സദസ് എന്നുള്ള കാര്യമാണ് ആദ്യം മുതൽ തന്നെ ഉയർത്തി കാണിച്ചത്. അതെങ്ങനെയാണ് ഇതുവരെ പ്രാവർത്തികമായത് എന്നുള്ള കാര്യത്തിന് കൂടി മറുപടി. അല്ല, അതിന്റെ മറുപടിയും കൂടി പറയാം. ഈ സ്വാഭാവികമായ ഒരു സാഹചര്യം ഉണ്ടല്ലോ, ഒരു നവകേരള സദസ്സിലേക്ക് 10,000-ങ്ങളാണ് ഒഴുകിയിരുന്നത്. ഈ 10,000-ങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ കഴിയില്ല. അവരുടെ പരാതികൾ
എല്ലാം സ്വീകരിക്കാനാണ് കഴിയുന്നത്. പക്ഷേ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പരിച്ഛേദത്തിന്റെ, സമൂഹത്തിലെ തൊഴിലെടുക്കുന്ന, ഇപ്പൊ കൂലിവേല എടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകരടക്കമുള്ള നമ്മുടെ സമൂഹത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് കാണുന്ന ഈ പ്രഭാത സദസ് അടക്കം സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തുള്ള ഒരു പരിമിതി അറിയാമല്ലോ. ഒരു നവകേരള സദസ്സിലേക്ക് കടന്നു വരുന്ന 10,000ങ്ങളിലേക്ക് മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവരെല്ലാം നേരിട്ട് കണ്ട് അവരുമായി സംവദിക്കാൻ കഴിയില്ല. അത് സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ കേരളത്തിലെ സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ പരാതികൾ മാത്രമല്ല, ഈ സർക്കാരിന് ഈ നവകേരളത്തെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഒരു ആശയം ഉൾപ്പെടെ ഈ പരാതി കൗണ്ടർ വഴി നൽകിയാൽ ആ ആശയങ്ങളെ നിർദ്ദേശങ്ങളെ എല്ലാം സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് നവകേരള സൃഷ്ടിക്കായി അതിനെല്ലാം ഉപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾ, ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ, ജനങ്ങളുടെ ആശയങ്ങൾ നവകേരള സൃഷ്ടിക്കായി ഒരു പുതിയ കേരളം പടുത്തുയർത്തുന്നതിന്റെ ഭാഗമായി ഒരു സർക്കാർ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യം എന്നുള്ള സങ്കല്പത്തിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു പ്രവർത്തനമായി, ലോകം മാതൃകയാക്കുന്ന ഒരു പ്രവർത്തനമായി നവകേരള സദസ്സ് ഭാവിയിൽ മാറും. അതിന്റെ ഉദാഹരണം നമ്മൾ തമിഴ്നാടുമായി ബന്ധപ്പെട്ട് തന്നെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കോൺഗ്രസിന്റെ ഉൾപ്പെടെയുള്ള പിന്തുണയുള്ള ഗവൺമെന്റ് ഈ കേരള മാതൃക സ്വീകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം തമിഴ്നാട്ടിൽ ആരംഭിക്കാൻ പോവുകയാണ്. അത് തമിഴ്നാട്ടിൽ മാത്രം നിൽക്കില്ല, ഈ രാജ്യത്തും ലോകത്തും ആകെ ഇത്തരത്തിലുള്ള ഈ സർക്കാർ ലോകത്തിന് മാതൃകയാക്കിയ ഈ നവകേരള സദസ്സ് ലോകം തന്നെ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിന്റെ ഒരു നവകേരളമായി മാറ്റുന്ന ഒരു പ്രക്രിയക്ക് ഏറ്റവും നിർണായകമായ സംഭവമായി ഈ നവകേരള സദസ്സ് മാറും എന്ന് ചരിത്രം രേഖപ്പെടുത്തുകയും നമുക്ക് കാത്തിരുന്ന് ആ കാര്യത്തിലുള്ള ഈ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. ശരി, ലോകത്തിന് തന്നെ മാതൃകയായി മാറുന്ന നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ശ്രീ വൈശാഖ് ഒന്ന് കൈപൊക്കിയിരുന്നു. താങ്കൾക്ക് പറയാം. ഇവിടെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞു നവകേരള സദസ്സിൽ പ്രശ്നപരിഹാരം. മുഖ്യമന്ത്രി തന്നെ MP-യോട് പറഞ്ഞത് ഇത് പ്രശ്നപരിഹാരത്തിനുള്ള വേദിയല്ല നവകേരള സദസ്സ് എന്നുള്ളതാണ്. അത് CPM-ന്റെ പ്രതിനിധി മറന്നുകൊണ്ട് ഇവിടെ സംസാരിക്കരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയേണ്ടത്. പിന്നെ ഇവിടെ പോലീസിന്റെ ആക്ഷൻ ഒരു പോലീസ് അടിക്കുന്ന രീതിക്ക് ഒരു മര്യാദ വേണം. പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതിക്ക് മര്യാദ വേണം. പോലീസ് മാത്രമല്ല യൂത്ത് കോൺഗ്രസിന്റെയും കേരള വിദ്യാർത്ഥി യൂണിയന്റെയും ചെറുപ്പക്കാരെ കൈകാര്യം ചെയ്യുന്നത്. അവിടെ DYFIയുടെ ആളുകൾ, CPM-ന്റെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വത്തിൽ വന്ന് ഭീകരമായി മർദ്ദിക്കുന്നത്. ശരി വൈശാഖ്. ശ്രീ ഷബീർ, അവസാനമായി ഒരു നിമിഷത്തിൽ താങ്കളുടെ വൈശാഖ് പറഞ്ഞ കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും അവിടെ തന്നെ പരിഹരിക്കാൻ കഴിയില്ല. മുൻകാലത്ത് ഇപ്പോ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞ് അവിടെ വരുന്ന എല്ലാ പരാതിയുടെയും താഴെ 3000 രൂപ അനുവദിച്ചിട്ടുണ്ട്, 2000 രൂപ അനുവദിച്ചിട്ടുണ്ട് എന്ന് എഴുതി കൊടുക്കുന്ന പരിപാടിയല്ല. ഈ ജനങ്ങൾ ഉയർത്തുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് നവകേരള സദസ്സിന്റെ ലക്ഷ്യമെന്ന് നാം മനസ്സിലാക്കണം. പിന്നെ ഇവിടെ പോലീസ് പ്രതികരിക്കുന്നതിനെ സംബന്ധിച്ച് PN വൈശാഖൻ പറയുന്നത് കേട്ടു. PN വൈശാഖൻ ഒരു 7 വർഷത്തെ അപ്പുറത്തെ ചരിത്രം നമ്മുടെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ എല്ലാം ലൈബ്രറിയിലുണ്ട്. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കോൺഗ്രസ് നേരിട്ടത്? കമാൻഡോകളെന്നും പറഞ്ഞ് ഉമ്മൻചാണ്ടി 3000-ലധികം പോലീസുകാരുടെ സംരക്ഷണത്തിൽ ഈ കേരളത്തിലാകെ സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിവെക്കുന്ന സാഹചര്യം ഉണ്ടായി. കരിങ്കൊടി കാണിച്ച സമരക്കാരുടെ ജനനേന്ദ്രിയം തകർക്കുന്ന സാഹചര്യം ഉണ്ടായി. തലയടിച്ചു പൊളിക്കുന്ന. ശരി, ഏതായാലും നവകേരള സദസ്സ് സമാപനത്തോടടുക്കുന്ന ഘട്ടത്തിൽ ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ഉദ്ദേശിച്ചത് ലക്ഷ്യം കണ്ടു എന്നുള്ള കാര്യം അത് വരും ദിവസങ്ങളിലും ചർച്ചയാകും. സംസ്ഥാനത്ത് ഇതിനിടെ തലസ്ഥാനത്ത് ഈ സമാപന സമ്മേളനം നടക്കാനിരിക്കെ കലാപാഹ്വാനം നടത്തിയതാരെ, തലസ്ഥാനം യുദ്ധക്കളമാക്കുന്നതാരെ എന്നുള്ള ചോദ്യങ്ങളും നിലനിൽക്കുകയാണ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.